അപ്പോൾ നോക്ക്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേര് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നാണ്. ഓക്കെ, നോക്ക്, മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ്. എന്താണ് ഒരു മോളിക്യൂൾ? സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഷോസ് ഓൾ ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ആൻഡ് ക്യാൻ എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി. അല്ലേ, തന്മാത്രകളും ആറ്റങ്ങളും. തന്മാത്ര അല്ലേ, മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും പ്രകടിപ്പിക്കുന്നതും സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്നതുമായ പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളിക്യൂൾ. ഓക്കെ, അതായത് പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക അല്ലെങ്കിൽ കണമാണ് എന്ത്? മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, മോളിക്യൂൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്. മോളിക്യൂൾസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ആറ്റങ്ങൾ കൊണ്ടാണ്. തന്മാത്രകൾ ആറ്റങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നോക്ക്, മോളിക്യൂൾസ് ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ഡിഫർ ഇൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് റേഷ്യോ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആറ്റംസ്. ഓക്കെ, വ്യത്യസ്ത പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ തമ്മിൽ വ്യത്യാസപ്പെടുന്നത് എന്താണ്? അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ അതുപോലെ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ അനുപാതം അനുസരിച്ചാണ്. ഓക്കെ, മോളിക്യൂൾസ് ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് എന്തിലൊക്കെ ഡിഫർ ചെയ്യും? ഏതൊക്കെ എലമെൻറ്റ്സ് ആണോ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടുള്ളത് അതിൽ ഡിഫറൻസ് ഉണ്ടാവും. അതുപോലെ ഈ തന്നിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആറ്റങ്ങളുടെ റേഷ്യോ അനുപാതത്തിൽ ഡിഫറൻസ് കാണും. നോക്ക്, ഈ ഒരു ടേബിൾ മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു ടേബിൾ മനസ്സിലാക്കുക. അതിൽ അനുപാതം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഷുഗർ, ഗ്ലൂക്കോസ്, വാട്ടർ. ഓക്കെ, ഇതൊന്ന് കോപ്പി ചെയ്ത് എഴുതുക. ഓക്കെ, അതിൻ്റെ റേഷ്യോ എന്തൊക്കെയാണ് വരുന്നത്? ഷുഗറിൻ്റെ 12:22:1 നമ്മുടെ C2H12O6ൻ്റെ 1:, ഗ്ലൂക്കോസിൻ്റെ 1:2:1, അതായത് 6:12:6 ആണ് വരുന്നത്. അതുപോലെ H2Oയുടെ 2:1 ആണ് വരുന്നത്. ഓക്കെ, നോക്ക്, അടുത്തതാണ് സബ് അറ്റോമിക് പാർട്ടിക്കിളുകൾ. എന്താണ്? പരമാണു കണങ്ങൾ അല്ലെങ്കിൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ഓക്കെ, എന്താണ് നോക്കാം. ആറ്റത്തിലെ ദ 3 ഇമ്പോർട്ടൻറ്റ് സബ്സ്റ്റൻസസ് ആർ അല്ലേ, ആറ്റത്തിലെ പ്രധാന 3 ഉപപരമാണുക്കളാണ് ഏത്? ഇലക്ട്രോൺ എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. പ്രോട്ടോൺ എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്. ന്യൂട്രോൺ എന്ത് ചാർജാണ്? ചാർജ് ഇല്ല, ന്യൂട്രൽ ആണ് അല്ലേ. ന്യൂട്രോൺ എന്തില്ല? ചാർജ് ഇല്ല. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജാണ്. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജാണ്. അതിൻ്റെ പൊസിഷൻ, ഇലക്ട്രോൺ ന്യൂക്ലിയസിൻ്റെ വെളിയിലാണ്, പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത്? ഓക്കെ, ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ. നോക്ക്, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് ബൈ വില്യം ക്രൂക്സ് 1875. ഡിസ്ചാർജ് പരീക്ഷണം വില്യം ക്രൂക്സ് അല്ലേ. നോക്ക്, ഇൻ 1875 വില്യം ക്രൂക്സ് കണ്ടക്റ്റഡ് എക്സ്പെരിമെൻറ്റ് യൂസിങ് എ ഡിസ്ചാർജ് ട്യൂബ്. ഒരു ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് എക്സ്പെരിമെൻറ്റ്സ് നടത്തി. അറ്റ് ലോ പ്രഷർ ഇലക്ട്രിസിറ്റി കുഡ് പാസ് ത്രൂ ദ ഗ്യാസ്. പിന്നെയോ, റേസ് വെർ എമിറ്റഡ് ഫ്രം ദ കാഥോഡ് കോൾഡ് കാഥോഡ് റേസ്. Later, these rays were identified as streams of electrons. നോക്ക്, 1875 വില്യം ക്രൂക്സ് ഡിസ്ചാർജ് ട്യൂബ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്തു? ഒരു പരീക്ഷണം നടത്തി. ഓക്കെ, കുറഞ്ഞ മർദ്ദത്തിൽ വാതകത്തിലൂടെ വൈദ്യുതി അദ്ദേഹം കടത്തിവിടാൻ നോക്കി. അദ്ദേഹത്തിന് അത് കടത്തിവിടാൻ പറ്റി. ഓക്കെ, അങ്ങനെ കടത്തിവിട്ടപ്പോൾ കാഥോഡിൽ നിന്ന് കിരണങ്ങൾ പുറപ്പെട്ടു. ഓക്കെ, ഇവയെ അദ്ദേഹം എന്ത് വിളിച്ചു? കാഥോഡ് കിരണങ്ങൾ, കാഥോഡ് റേസ് എന്ന് വിളിച്ചു. ഓക്കെ, പിന്നീട് ഈ കിരണങ്ങൾ ഇലക്ട്രോണുകളുടെ പ്രവാഹമാണെന്ന് കണ്ടെത്തി. പിന്നീട് അദ്ദേഹം എന്ത് കണ്ടെത്തി? ഈ കിരണങ്ങൾ ഇലക്ട്രോണുകളുടെ പ്രവാഹമാണെന്ന് കണ്ടെത്തി. ഓക്കെ, എന്താണ് നോക്കി, ഇതിലെ പ്രധാന ശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയാണ്? ഒന്ന് ജെ തോംസൺ. ഓക്കെ, എന്ത് ചെയ്തു? E/m റേഷ്യോ, ഇലക്ട്രോണുകളുടെ E/m റേഷ്യോ കണ്ടുപിടിച്ചു. അതുപോലെ റോബർട്ട് മിലിക്കൻ. നോക്ക്,
ഡിറ്റർമൈൻ ദ ചേഞ്ച് ഓഫ് ഇലക്ട്രോൺ യൂസിങ് ദ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. ഓക്കെ, ഡ്രോപ്പ് എക്സ്പെരിമെന്റിലൂടെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് വഴി ഇലക്ട്രോൺ ചാർജ് കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് മിൽട്ടൺ ആണ്. ജെ തോംസൺ ആണ് ഇലക്ട്രോണിന്റെ E/m അനുപാതം കണ്ടെത്തിയത്. ഓക്കെ, നോക്കി ഇലക്ട്രോണിന്റെ വാല്യൂസ് നോക്കിക്കോ. അതായത് ഇലക്ട്രോണിന്റെ ചാർജ് വന്നിട്ട് -1.6 × 10⁻90 90 കൊളുംബാണ്. അതിന്റെ മാസ് വന്നിട്ട് 9.1 × 10⁻31 കിലോഗ്രാം ആണ്. E/m റേഷ്യോ 7.6 × 10⁻11 കൊളുംബ് പെർ കിലോഗ്രാം ആണ്. ഓക്കെ, ചാർജ് എന്താണ്? 1.6 × 10⁻19 കൊളുംബ്, മാസ് 9.1 × 10⁻31 കിലോഗ്രാം. E/m അനുപാതം 1.76 × 10⁻11 കൊളുംബ് പെർ കിലോഗ്രാം. ഓക്കെ, പിന്നെ നോക്ക് എന്തൊക്കെയാണ് കാഥോഡ് റേസിന്റെ ആ ഒരു സ്വഭാവങ്ങൾ അല്ലെങ്കിൽ സവിശേഷതകൾ. നോക്ക്, ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻസ്. പിന്നെയോ നോക്ക്, ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻസ്, കാസ്റ്റ് ഷാഡോസ് ഓഫ് ഒപ്പാക് ഒബ്ജക്ട്സ്. ഒപ്പാക് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളുടെ ഷാഡോസ് കണ്ടുപിടിക്കും. പിന്നെയോ റൊട്ടേറ്റ് എ സ്മോൾ പാഡൽ വീൽ ഷോസ് ദേ ഹാവ് മാസ്. ഒരു ചെറിയ പാഡൽ വീലിനെ റൊട്ടേറ്റ് ചെയ്യുന്നു, മാസ് ഉണ്ടെന്ന് കാണിക്കുന്നു. പിന്നെയോ ഡിഫ്ലക്റ്റഡ് ടുവേർഡ്സ് ദ പോസിറ്റീവ് സൈഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്, ദെയർഫോർ ദേ ഹാവ് നെഗറ്റീവ് ചാർജ്. ഓക്കെ, എന്താണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ പോസിറ്റീവ് സൈഡിലേക്കാണ് ഡിഫ്ലക്ഷൻ വരുന്നത്, അതുകൊണ്ട് അവർക്ക് എന്ത് ചാർജ് ഉണ്ട്? നെഗറ്റീവ് ആയിട്ടുള്ള ചാർജ് ഉണ്ട്. ഓക്കെ, ഡിഫ്ലക്റ്റഡ് ബൈ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അവർ ഡിഫ്ലക്റ്റഡ് ആകും. നോക്ക്, ദെയർ പ്രോപ്പർട്ടീസ് ഡു നോട്ട് ചേഞ്ച് വെൻ ഗ്യാസ് ഇൻസൈഡ് ദ ട്യൂബ് ഈസ് ചേഞ്ച്ഡ് ഓർ ഇലക്ട്രോഡ് മെറ്റീരിയൽ ഈസ് ചേഞ്ച്ഡ്. ഓക്കെ, അതായത് അവരിലെ എന്ത് പ്രോപ്പർട്ടീസ് എന്ത് ചേഞ്ച് ആവില്ല? ഗ്യാസ് അല്ലെ, ആ ട്യൂബിലുള്ള ഗ്യാസോ അല്ലെങ്കിൽ ഇലക്ട്രോഡ് മെറ്റീരിയലോ ചേഞ്ച് ആയതുകൊണ്ട് അവരിന്റെ എന്ത് ചേഞ്ച് ആവുന്നില്ല എന്നാണ് പറയുന്നത്? അവരുടെ ഈ പറയുന്ന പ്രോപ്പർട്ടികൾ ചേഞ്ച് ആവില്ല അല്ലെ. ഒന്നും കൂടി പറയാം, എന്താണ്? കാഥോഡ് കിരണങ്ങൾ എങ്ങനെ സഞ്ചരിക്കും? നേരെ സഞ്ചരിക്കും. എങ്ങനെ സഞ്ചരിക്കും? നേരെ എന്ത് ചെയ്യും? സഞ്ചരിക്കും. ഓക്കെ, എങ്ങനെ സഞ്ചരിക്കും? നേരെ സഞ്ചരിക്കും. അവയുടെ പാതയിൽ വച്ചിരിക്കുന്ന ആധാര്യ വസ്തുക്കളുടെ നിഴൽ ഉണ്ടാകുന്നു അല്ലെ. അവയുടെ പാതയിൽ വെച്ച ആധാര്യ വസ്തുക്കൾക്ക് എന്തുണ്ടാവും? നിഴല് ഉണ്ടാവും. ഓക്കെ, പാതയിൽ ചെറിയ പാഡൽ വീല് വെച്ചാൽ അതെന്ത് ചെയ്യും? കറങ്ങും. കണങ്ങൾക്ക് എന്തുണ്ടെന്ന് മനസ്സിലാക്കാം? മാസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. നോക്ക്, വൈദ്യുതി മണ്ഡലത്തിൽ അല്ലെ, വൈദ്യുതി മണ്ഡലത്തിൽ പോസിറ്റീവ് ഭാഗത്തേക്ക് വ്യതിചലിക്കുന്നു. അതിനാൽ നമുക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കാം, അത് നെഗറ്റീവ് ചാർജ് ആണെന്ന് മനസ്സിലാക്കാം. പിന്നെയോ കാന്തിക മണ്ഡലത്തിലും വ്യതിചലിക്കുന്നു അല്ലെ. കാന്തിക മണ്ഡലത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? വ്യതിചലിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ട്യൂബിലെ വാതകം മാറ്റിയാലും ഇലക്ട്രോഡുകളുടെ ലോഹം മാറ്റിയാലും ഇവയുടെ ഗുണങ്ങൾ എന്ത് ചെയ്യില്ല? മാറുന്നില്ല. പിന്നെ നോക്ക്, കുറച്ച് നോക്ക്, ഒരു നിഗമനം എന്താണ്? ഇലക്ട്രോൺസ് അല്ലെ, ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ സബ്സ്റ്റൻസ് ആസ് ഫണ്ടമെന്റൽ കോൺസ്റ്റിറ്റ്യൂവൻസ്. എന്ത് മനസ്സിലായി? ഇലക്ട്രോണുകൾ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി. ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്നുണ്ട്. പിന്നെയോ എക്സാം ക്വസ്റ്റ്യൻസ് എന്താണ്? ഹൗ വാസ് ഇറ്റ് പ്രൂവ്ഡ് ഇലക്ട്രോൺ ഹാവ് മാസ്? എങ്ങനെയാണ് ഇലക്ട്രോണുകൾക്ക് മാസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചത്? നോക്ക്, കാഥോഡ് റേസ് റൊട്ടേറ്റ് എ സ്മോൾ പാഡൽ wheel placed in their path showing the particles possess mass. ഓക്കെ, കാഥോഡ് കിരണങ്ങൾ പാതയിൽ വച്ച ഒരു ചെറിയ പാഡൽ വീൽ കറങ്ങുന്നു. ഓക്കെ, കാഥോഡ് കിരണങ്ങളുടെ പാതയിൽ വെച്ച ഒരു ചെറിയ വീല് കറങ്ങുന്നു. അതിനാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? കാഥോഡ് കിരണങ്ങളിലെ കണങ്ങൾക്ക് മാസ് ഉണ്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? മനസ്സിലാക്കാം. ഓക്കെ, വാട്ട് ഡസ് ഷാഡോ ഫോംഡ് ബൈ കാഥോഡ് റേസ് ഇൻഡിക്കേറ്റ്? നോക്ക്, കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. എന്താ പറയുന്നത്? കാഥോഡ് കിരണങ്ങൾ ആധാര്യ വസ്തുക്കളുടെ നിഴൽ ഉണ്ടാക്കുന്നതിൽ നിന്ന് എന്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? കാഥോഡ് കിരണങ്ങൾ നേരെ സഞ്ചരിക്കുന്നു എന്ന് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. ഓക്കെ, നോക്ക്, അടുത്ത വിഷയം, അടുത്ത ടോപ്പിക്കാണ് എന്ത്? പ്രോട്ടോൺ. എന്താണ്? പ്രോട്ടോൺ. നോക്ക്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത സയന്റിസ്റ്റ് ആരാണ്? നോക്ക്, യൂജീൻ ഗോൾഡ്സ്റ്റൈൻ ആണ്. ആരാണ്? യൂജീൻ
ഗോൾഡ് സ്റ്റൈന്. ഓക്കെ, 1886 എന്ത് ചെയ്തത് മൂപ്പര് അല്ലേ? നോക്ക്, യൂജീൻ ഗോൾഡ് സ്റ്റെയിൻ 1886 എന്ത് ചെയ്തു? ഗോൾഡ് സ്റ്റെയിൻ യൂസ്ഡ് എ ഡിസ്ചാർജ് ട്യൂബ് വിത്ത് പെർഫറേറ്റഡ് കാഥോഡ്. നോക്ക്, എന്ത് ചെയ്തു? ഗോൾഡ് സ്റ്റെയിൻ പെർഫറേറ്റഡ് അല്ലേ, പെർഫറേറ്റഡ് കാഥോഡുള്ള ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ചു. എന്ത് സംഭവിച്ചു? അദ്ദേഹം കുറച്ച് റേസ് കണ്ടുപിടിച്ചു. കനാൽ റേസ് അല്ലെങ്കിൽ ആനോഡ് റേസ് എന്ന് വിളിക്കും അല്ലേ? എന്തെന്ന് വിളിക്കും? അദ്ദേഹം കനാൽ റേസ് അല്ലെങ്കിൽ ആനോഡ് റേസിനെ കണ്ടെത്തി. ഓക്കെ, കനാൽ റേസ് അല്ലെങ്കിൽ ആനോഡ് കിരണങ്ങൾ അല്ലെങ്കിൽ കനാൽ കിരണങ്ങളിനെ എന്ത് ചെയ്തു? കണ്ടെത്തി. നോക്ക്, ഈ റേസ്, ദീസ് റേസ് കണ്ടെയ്ൻ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഈ റേസിൽ എന്താണുള്ളത്? പോസിറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. നോക്ക്, ഹൈഡ്രജൻ വാതകം ഉപയോഗിച്ചാൽ ഏറ്റവും ഭാരം കുറഞ്ഞ പോസിറ്റീവ് കണം ലഭിക്കും. ഓക്കെ, ഏണസ്റ്റ് റോദർഫോർഡ് ഈ കണത്തെ തിരിച്ചറിഞ്ഞു. ഓക്കെ, ഈ കണത്തെ, അതായത് ഏറ്റവും ചെറിയ കണത്തെ തിരിച്ചറിഞ്ഞത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് അതിനെ എന്തെന്ന് വിളിച്ചത്? പ്രോട്ടോൺ എന്ന് പേരിട്ടത്. ഓക്കെ, ദ ലൈറ്റസ്റ്റ് പാർട്ടിക്കിൾ വാസ് ഒബ്റ്റൈൻഡ് യൂസിങ് ഹൈഡ്രജൻ ഗ്യാസ് അല്ലേ? അതിനെ എന്തെന്ന് വിളിച്ചു? ഏണസ്റ്റ് റൂദർഫോർഡ് പ്രോട്ടോൺ എന്ന് വിളിച്ചു. നോക്ക്, പ്രോട്ടോൺ എന്താണ്? പോസിറ്റീവ് ചാർജ്ഡ് സബ് പാർട്ടിക്കിൾ പ്രസന്റ് ഇൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ ഉള്ളില് പോസിറ്റീവ് ചാർജുള്ള ഉപര പരമാണു ആണ് എന്ത്? പ്രോട്ടോൺ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? ന്യൂക്ലിയസിന്റെ ഉള്ളിലെ പോസിറ്റീവ് ആയിട്ടുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഉപര പരമാണു. നോക്ക്, അടുത്തൊരു മോഡലാണ് തോംസന്റെ എന്ത്? പ്ലം പുഡിംഗ് മോഡൽ. എന്താണ്? തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ. ഓക്കെ, തോംസൺസ് പ്ലം പുഡിംഗ് മോഡൽ. എന്തൊക്കെയാണ് അത് പറഞ്ഞത്? നോക്ക്, ഇത് പ്രപ്പോസ് ചെയ്തത് ജെ തോംസൺ ആണ്. ആരാണ്? ജെ തോംസൺ ആണ്. ഇതിന്റെ മെയിൻ ഐഡിയ എന്താണ്? നോക്ക്, ആറ്റം ഈസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ. എന്താണ്? ആറ്റം ഒരു പോസിറ്റീവ് ചാർജുള്ള ഗോളമാണ് അല്ലേ? ഇത് പറഞ്ഞത് ജെ തോംസൺ ആണ്. എന്താ പറയുന്നത്? ആറ്റം ഒരു പോസിറ്റീവ് ചാർജുള്ള ഗോളമാണ്. ആറ്റം എന്താണ്? ഒരു പോസിറ്റീവ് ചാർജുള്ള ഗോളമാണ്. അതിനുള്ളിൽ ഇലക്ട്രോണുകൾ പതിഞ്ഞിരിക്കുന്നു അല്ലെ? ഇലക്ട്രോൺസ് ആർ എംബഡഡ് ഇൻ ദി സ്ഫിയർ. അതിനുള്ളിൽ എന്തുണ്ട്? ഇലക്ട്രോണുകൾ ഉണ്ട് അല്ലെ? അതായത് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പായസത്തിലെ മുന്തിരി പോലെ, അല്ലെങ്കിൽ പുഡിങ്ങിൽ മുന്തിരിയും വിത്തുകളും ഒക്കെ പോലെയോ, വാട്ടർ മെലനിൽ അതായത് തണ്ണിമത്തനിൽ കുരു പോലെയൊക്കെ ഇലക്ട്രോണുകൾ ഉണ്ട് എന്നാണ് ജെ തോംസൺ പറയുന്നത്. ഓക്കെ, ടോട്ടൽ പോസിറ്റീവ് എനർജിയും ടോട്ടൽ നെഗറ്റീവ് എനർജിയും ഈക്വൽ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആകെ പോസിറ്റീവ് ചാർജും ആകെ നെഗറ്റീവ് ചാർജും എന്താണ്? ഈക്വൽ ആണ്, തുല്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, therefore ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് ആറ്റം എന്താണ്? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ആറ്റം എന്താണ്? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. പിന്നെ ലിമിറ്റേഷൻ, ഇതിന്റെ ലിമിറ്റേഷൻ എന്താണ്? ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ദ റിസൾട്ട് ഓഫ് സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്സ് കണ്ടക്ടഡ് ലേറ്റർ, സോ ദ മോഡൽ വാസ് റിജക്റ്റഡ് അല്ലേ? നിരവധി പരീക്ഷണങ്ങളുടെ ഫലങ്ങൾ വിശദീകരിക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? തോംസണ് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ മാതൃകനെ നമ്മൾ എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു. ഓക്കെ, ഇനി നോക്ക്, അടുത്തതാണ് എന്ത്? റേഡിയോ ആക്ടിവിറ്റി. എന്താണ്? റേഡിയോ ആക്ടിവിറ്റി അല്ലേ? നോക്ക്, എന്താണ് റേഡിയോ ആക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫെനോമെനൻ ആണ് അല്ലേ? certain unstable elements such as uranium and thorium emit radiation on their own. ഓക്കെ, അതായത് ചില മൂലകങ്ങൾ എന്ത് ചെയ്യും? സ്വയം വികിരണങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു പ്രതിഭാസമാണ് റേഡിയോ ആക്ടിവിറ്റി. ഇത് കണ്ടുപിടിച്ചത് ഹെൻറി ബെക്കറൽ ആണ്. 1896 ഹെൻറി ബെക്കറൽ ആണ് ഇത് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ എഴുതിക്കോ, ഏതൊക്കെ ടൈപ്പ് ഓഫ് റേഡിയേഷൻ ഉണ്ട് എന്ന് ഇതിൽ കാണിച്ചു തന്നിട്ട്. അപ്പോൾ ഇത് എഴുതുക കേട്ടോ. നോക്ക്, ആൽഫ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് +2 പോസിറ്റീവ് ചാർജ്, മാസ് 4 യൂണിറ്റ് ഉണ്ട് അല്ലേ? ഓക്കെ, പിന്നെയോ ബീറ്റ നെഗറ്റീവ് ചാർജ് ആണ്. അതിന് നമുക്ക് എന്താ പറയുക, കുറയ്ക്കാനുള്ള മാസ്, അത് കണക്ക് കൂട്ടാൻ പറ്റാത്ത മാസാണ് കേട്ടോ. നമുക്ക് കണക്ക് കൂട്ടലുകളിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, നെഗ്ലിജിബിൾ ആണ്, നമുക്ക് ഒഴിവാക്കി വിടാം. പിന്നെയോ ഗാമ. എന്താണ് ഗാമ? ഗാമയിൽ ചാർജ് ഇല്ല. ഓക്കെ, നോ മാസ്. ഓക്കെ, എനർജി ഫോട്ടോൺ ആണ് ഗാമ. അതിനെന്തില്ല? മാസ് ഇല്ല. ഓക്കെ, ഗാമയ്ക്ക് എന്തില്ല? ചാർജ് ഇല്ല. അതിനെന്താണ്? ഊർജം മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ,
ബീറ്റ നെഗറ്റീവാണ്, അതിനെന്തുണ്ട്, മാസ് ഉണ്ട്, വളരെ കുറവാണ്. ആൽഫ പോസിറ്റീവാണ്, മാസ് ഉണ്ട്, അതിന് 4 യൂണിറ്റ്. ഓക്കെ, ഇനി റൂദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. അടുത്തൊരു എക്സ്പെരിമെൻ്റ് ആണ് എന്ത്, റൂദർഫോർഡിൻ്റെ എന്ത് എക്സ്പെരിമെൻ്റ് ആണ്, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. ഓക്കെ, എപ്പോഴാണ്, വർഷം 1911. നോക്ക്, ഏണസ്റ്റ് റൂദർഫോർഡ്, ഹാൻസ് ഗെയ്ഗർ, ഏണസ്റ്റ് മാസഡൻ ആണ് ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകൾ. ഓക്കെ, നോക്ക്, എന്തായിരുന്നു പരീക്ഷണം. ആൽഫ പാർട്ടിക്കിൾസ് വെർ ബോംബാർഡഡ് ഓൺ എ വെരി തിൻ ഗോൾഡ് ഫോയിൽ. എ സിങ്ക് സൾഫൈഡ് ഫോട്ടോഗ്രാഫിക് സ്ക്രീൻ വാസ് പ്ലേസ്ഡ് അറൗണ്ട് ദ ഫോയിൽ ടു ഡിറ്റക്റ്റ് ഡിഫ്ലക്ഷൻ. ഓക്കെ, എന്താ പറയുന്നത്, വളരെ സിമ്പിളാണ്. അതായത് വളരെ നേർത്ത സ്വർണ്ണപാളിയിലേക്ക് എന്ത് ചെയ്തു, ആൽഫ കണങ്ങളിനെ ഇവരെന്ത് ചെയ്തു, പതിപ്പിച്ചു അല്ലെങ്കിൽ എഴുതി വിട്ടു. ഓക്കെ, വ്യതിയാനം കണ്ടെത്താൻ ചുറ്റും എന്ത് ചെയ്തു, ഫോട്ടോഗ്രാഫിക് ഫിലിമുകൾ സ്ഥാപിച്ചു. ഓക്കെ, ഇതിൻ്റെ നിരീക്ഷണങ്ങൾ എന്താണ് നോക്ക്. മോസ്റ്റ് ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് സ്ട്രെയിറ്റ് ത്രൂ വിത്തൗട്ട് ഡിഫ്ലക്ഷൻ. എന്ത് ചെയ്തു, ഏകദേശം എല്ലാ ആൽഫ പാർട്ടികളും ഡിഫ്ലക്ഷൻ ഇല്ലാതെ തന്നെ എന്ത് ചെയ്തു, കടന്നുപോയി അല്ലേ, നേരെ കടന്നുപോയി അല്ലേ. പിന്നെയോ സം വേർ ഡിഫ്ലക്റ്റഡ് ത്രൂ സ്മോൾ ആംഗിൾസ് അല്ലേ, ചിലത് എന്ത് ചെയ്തു, ചെറിയ ആംഗിളുകളിൽ അങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്തു അല്ലേ, ചിലത് എന്ത് ചെയ്തു, ചെറിയ ആംഗിളുകളിൽ ഡിഫ്ലക്റ്റ് ചെയ്തു. നോക്ക്, അതുപോലെ വളരെ കുറവ് അല്ലേ, വളരെ കുറവ് കണങ്ങൾ 20,000 എന്ത് ചെയ്തു, 180 ഡിഗ്രിയിൽ തിരിച്ചു വന്നു. ഓക്കെ, ഇതിന് എന്ത് നിഗമനങ്ങൾ കിട്ടി നോക്ക്. മോസ്റ്റ് ഓഫ് ദ ആറ്റം ഈസ് എംപ്റ്റി സ്പേസ്. ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും എന്താണ്, ശൂന്യ സ്ഥലമാണ് അല്ലേ, ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമായിട്ടുള്ളതാണ്. പിന്നെയോ പോസിറ്റീവ് ചാർജ് ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ എ വെരി സ്മോൾ സെൻട്രൽ റീജിയൻ കോൾഡ് ന്യൂക്ലിയസ് അല്ലേ. പോസിറ്റീവ് ചാർജ് എവിടെയാണുള്ളത്, ഒരു ചെറിയൊരു സെൻട്രൽ റീജിയൻ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ന്യൂക്ലിയസ്. ഓക്കെ, ന്യൂക്ലിയസിന് എന്തുണ്ട്, ന്യൂക്ലിയസിനാണ് ഏറ്റവും കൂടുതൽ മാസ് ഉള്ളത്. ആറ്റത്തിൻ്റെ ഭൂരിഭാഗം മാസും ആരുടെ കയ്യിലാണ്, ന്യൂക്ലിയസിൻ്റെ കയ്യിലാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻ എന്താണ് നോക്ക്. ഇതിൻ്റെ ലിമിറ്റേഷൻ ഇതിൻ്റെ അല്ല നോക്ക്. റൂദർഫോർഡ് ഇതനുസരിച്ചിട്ട് എന്ത് ചെയ്തു, ഒരു പ്ലാനറ്ററി മോഡൽ അങ്ങ് ഉണ്ടാക്കി അല്ലേ. ഒരു മോഡൽ അദ്ദേഹത്തിൻ്റെ ഒരു അറ്റോമിക മോഡൽ ഉണ്ടാക്കി. അതിൻ്റെ പേരാണ് എന്ത്, നമുക്ക് സോളാർ സിസ്റ്റം മോഡൽ എന്നോ പ്ലാനറ്ററി മോഡൽ എന്നൊക്കെ പറയാൻ പറ്റും അല്ലേ. നോക്ക്, എന്താ സംഭവം. ആറ്റം ഹാസ് എ സെൻട്രൽ ന്യൂക്ലിയസ് വിച്ച് ഈസ് എക്സ്ട്രീംലി സ്മോൾ കമ്പയർഡ് വിത്ത് ദ ടോട്ടൽ വോളിയം ഓഫ് ആറ്റം അല്ലേ. ആറ്റത്തിൻ്റെ മധ്യത്തിൽ എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ. അതുപോലെ ആറ്റത്തിന് എന്തുണ്ട്, അത് ആ ഒരു വിച്ച് ഈസ് എക്സ്ട്രീംലി സ്മോൾ കമ്പയർഡ് ടു ടോട്ടൽ വോളിയം ഓഫ് ദ ആറ്റം. ആറ്റത്തിൻ്റെ വോളിയം അല്ലേ, ആറ്റത്തിൻ്റെ വോളിയം കമ്പയർ ചെയ്യുകയാണെങ്കിൽ ന്യൂക്ലിയസ് എന്താണ്, വളരെ ചെറുതാണ് അല്ലേ. ന്യൂക്ലിയസ് കണ്ടെയ്ൻസ് പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ അറ്റോമിക് മാസ്. ന്യൂക്ലിയസിൽ എന്താണ്, ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജും എന്തുണ്ട്, ആറ്റത്തിൻ്റെ ഭൂരിഭാഗം മാസും അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ന്യൂക്ലിയസ് ഇൻ ഹൈ സ്പീഡ് സർക്കുലർ ഓർബിറ്റ്സ്. എന്താ പറയുന്നത്, ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്, വൃത്താകാര പാതകളിൽ സഞ്ചരിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ ഗ്രഹങ്ങളെ പോലെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ന്യൂക്ലിയസ് സൂര്യനെ പോലെയും ബാക്കിയുള്ള ഇലക്ട്രോണുകൾ എന്താണ്, ഗ്രഹങ്ങളെ പോലെയും ന്യൂക്ലിയസിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് റൂദർഫോർഡ് ആറ്റം മാതൃകയിലൂടെ നമ്മളോട് പറഞ്ഞത്. ഓക്കെ, ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻ എന്താണ്. അക്കോർഡിംഗ് ടു മാക്സ്വെൽസ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, എ റിവോൾവിംഗ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഷുഡ് കണ്ടിന്യൂസ്ലി റേഡിയേറ്റ് എനർജി. Therefore, revolving electrons should lose energy, spiral inwards, and eventually fall into nucleus. But atoms are stable. Rutherford's model failed to explain atomic stability. ഓക്കെ, എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക് തിയറി അനുസരിച്ച് ചലിക്കുന്ന ചാർജുള്ള കണങ്ങൾ എന്ത് ചെയ്യും, തുടർച്ചയായിട്ട് ഊർജം പുറത്തുവിടും അല്ലെങ്കിൽ ഊർജം പുറപ്പെടുവിക്കും. അതുകൊണ്ട് ചുറ്റിക്കറങ്ങുന്ന ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഊർജം നഷ്ടപ്പെടുത്തി ഒടുവിൽ ന്യൂക്ലിയസിലേക്ക് വീഴണം. ഓക്കെ, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ സംഭവിക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ആറ്റത്തിൻ്റെ സ്ഥിരതയെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, റൂദർഫോർഡിന് പറയാൻ കഴിഞ്ഞില്ല. ഇനി അപ്പോഴാണ് വേറൊരു പുള്ളിക്കാരൻ്റെ എൻട്രി. ആരാണ് അയാളാണ് ന്യൂട്രോൺ. ഓക്കെ, അയാളുടെ പേരെന്താണ്,
ന്യൂട്രോൺ. ഇത് കണ്ടുപിടിക്കുന്നത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിക്കുന്നത്. 1932 ഇദ്ദേഹം ന്യൂട്രോൺ കണ്ടുപിടിക്കുന്നത്. നോക്ക്, ഡിസ്കവേർഡ് ദ ന്യൂട്രോൺ ബൈ ബോംബാർഡിങ് ബെറീലിയം വിത്ത് ആൽഫ പാർട്ടിക്കൽസ് അല്ലേ. എന്താണ്, എങ്ങനെ കണ്ടുപിടിച്ചത്? ബെറീലിയത്തിനെ ആൽഫ പാർട്ടിക്കൽസ് കൊണ്ട് ബോംബാർഡ് ചെയ്ത് അല്ലേ. ആൽഫ പാർട്ടിക്കൽസിനെ ബെറീലിയത്തിലേക്ക് എന്ത് ചെയ്തു? ബെറീലിയത്തിലേക്ക് എഴുതി വിട്ടിട്ടാണ് മൂപ്പര് ഈ പറയുന്ന ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി എന്താണ് ന്യൂട്രോണിന്റെ സവിശേഷതകൾ? നോ ഇലക്ട്രിക്കൽ ചാർജ്. എന്തില്ല? ഇലക്ട്രിക്കൽ ചാർജ് ഇല്ല, ചാർജ് ഇല്ല. അതുപോലെ എന്താണ്, ഹൈഡ്രജൻ ആറ്റത്തിന് ഏകദേശം തുല്യമായ മാസാണ്. ഓക്കെ, ഹൈഡ്രജൻ ആറ്റത്തിന് എന്താണ്, ഏകദേശം തുല്യമായ മാസാണ്. ഓക്കെ, അതുപോലെ ന്യൂട്രോണുകൾ ന്യൂക്ലിയസിലാണ് കാണപ്പെടുക. ഓക്കെ, ന്യൂട്രോൺ എവിടെയാണ്? ന്യൂക്ലിയസിലാണ് കാണപ്പെടുക. ഓക്കെ, 1 യൂണിറ്റ് എങ്ങാണ്ടാണ് ഇതിൻ്റെ മാസ് എന്ന് പറയാൻ പറ്റുക. ഓക്കെ.